ശ്രീ NR മധു, താങ്കൾ വേടന്റെ സംഗീതം ഇവയെക്കുറിച്ച് താങ്കൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ജിഹാദികളുടെ കയ്യിലെ ടൂളാണ് വേടൻ എന്നുള്ളത് നമുക്കറിയാം. 5 വർഷം മുൻപ് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് വേടൻ്റെത് ഇപ്പോൾ നിലവിൽ വലിയ വൈറലായിരിക്കുകയാണ്. വിമർശനാത്മകമായ രീതിയിലാണ് അത് വൈറലായിരിക്കുന്നത്. അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ തരം താഴ്ത്തി അധിക്ഷേപിക്കുന്ന രീതിയിൽ എന്ന് മാത്രമല്ല, കപട ദേശീയവാദിയെന്നും ഭീകരവാദിയെന്നും ദേശദ്രോഹിയെന്നും തീവ്രവാദിയെന്നും ഒക്കെയാണ് ആ പാട്ടിലെ ഉള്ളടക്കം. അതിങ്ങനെ പാടി തിമിർക്കുകയാണ്. ഇത് കണ്ടമട്ടയെ പോലീസ് നടിക്കുന്നില്ല. താങ്കൾക്കെതിരെ അന്വേഷണത്തിന് കാണിച്ച ആ തിടുക്കം പോലും പോലീസിന് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ വേദിയിലെ പാട്ടിനുടൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബ്രാൻഡ് അംബാസഡറായിട്ട് കേരളത്തിലെ ഇടത് സർക്കാർ നിയമിച്ചിരിക്കുന്ന പുതിയ അവതാരമാണല്ലോ വേടൻ. അപ്പൊ എന്തുകൊണ്ടാണ് അയാളെ കേരളത്തെ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഈ വേടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിന്നില് അന്താരാഷ്ട്ര ശക്തികളുണ്ട്, ജിഹാദികളുണ്ട്, അർബൻ നക്സലുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിലാണല്ലോ എനിക്കെതിരെ ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. അപ്പോ അതേസമയം വേടൻ ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ എത്ര നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ ഈ കലാഭാസം, ഞാൻ ആ വാക്ക് വീണ്ടും രേഖപ്പെടുത്തുകയാണ്, കലാഭാസം നടത്തുന്നത്. അപ്പോ അതിന്റെ പിന്നിൽ ഉറഞ്ഞുകൊള്ളുന്ന ഇടത് ജിഹാദി അച്യുതണ്ട് എന്തുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത്? ഇന്നിപ്പോ അയാളുടെ ഫ്ളാറ്റിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചതോ അയാൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നോ ഒന്നും ഒരു കുറ്റമല്ലാതായി മാറിയിരിക്കുന്നു. അയാളെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോലീസ്, നമ്മൾ വേദികളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, കേരളത്തിന്റെ പോലീസ് തന്നെ അയാളുടെ ഔദ്യോഗിക സേനയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇത് കാശ്മീർ വിഘടനവാദത്തിന്റെ പീക്ക് ടൈമിൽ നമ്മൾ കണ്ട അതേ അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന ഭരണകൂടം, രാജ്യദ്രോഹികൾക്ക് ഒത്താശ ചെയ്യുന്ന ഭരണകൂടം, ലോകാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ ഏതു തരത്തിൽ എത്ര മ്ലേച്ഛമായിട്ടാണ് അയാൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതിന് പകരം അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസാണ്. അയാൾക്ക് സ്വീകരണവും ആദരവും കൊടുക്കാൻ നേരിട്ട് എഴുന്നള്ളുന്ന മുഖ്യമന്ത്രിയുള്ള നാടാണ് ഈ കേരളം. അതുകൊണ്ട് കേരളത്തിന്റെ പോക്ക് വളരെ അപകടകരമാണ്. ജമ്മു കാശ്മീരിന്റെ വഴിയിലാണ് കേരളം എന്നുള്ളതിന്റെ തെളിവാണിത്. കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുക എന്ന് പറയുന്നത് എത്ര അപകടകരമാണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ എന്നെ പോലെ ഒരാൾക്കെതിരെ സർക്കാർ കേസെടുക്കുക എന്ന് പറയുന്നത്. ശരിക്കും കേസെടുക്കേണ്ടയാൾ സർക്കാരിന്റെ സംരക്ഷണത്തിൽ നിൽക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബ്രാൻഡ് അംബാസഡറായി കേരളത്തിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇടത് സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇതെല്ലാം. അയാളെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ കാരണം തന്നെ അയാൾ ദേശീയതയ്ക്കെതിരാണ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരാണ്. ആ പ്രധാനമന്ത്രി ഏറ്റവും മ്ലേച്ഛമായി ചിത്രീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ സ്വീകാരനായി തീർന്നിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, അയാൾ അർഹിക്കുന്നത് ജയിലറയാണ് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അയാളുടെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ശ്രീ NR മധു, ഒരു കാര്യം കൂടി നമുക്കറിയാം, കഞ്ചാവ് കേസിൽ പിടിയിലായതിന് ശേഷം തുടരെ സർക്കാർ പരിപാടികൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന വേടനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, വേടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവൻ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വേടനെ തോളത്തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു CPM സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ആ പാട്ടിന്റെ അവസാന വരിയിൽ കനലൊരു തരി മതി എന്നുള്ളത് കൂടി വേടൻ കൂട്ടിച്ചേർക്കാൻ മറക്കാത്തത്. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുകയല്ലേ? അല്ല, ഗോവിന്ദൻ മാഷ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ പടത്തലവൻ വിജയൻ മുഖ്യമന്ത്രിയാണെന്നാണ്. ഇപ്പോൾ അത് മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിന്റെ ഇടതു സർക്കാരിനെ നിയന്ത്രിക്കുന്ന ജിഹാദി ശക്തികളാണ്. ഒറ്റ രാത്രി കൊണ്ട് വേടൻ വിശുദ്ധനായി മാറിയത് എങ്ങനെയാണ്? ഇടതു സർക്കാർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത വേടൻ ഒറ്റ രാത്രി കൊണ്ട് വിശുദ്ധനാവുകയും കേരള സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായി മാറുകയും ചെയ്തത് എങ്ങനെയാണ്? ഒറ്റ രാത്രി കൊണ്ട് നടന്ന ഒരു തിട്ടൂരമുണ്ട്. ഇവിടുത്തെ ജിഹാദി ശക്തികൾ കേരള ഇടതു സർക്കാരിന്, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കൊടുത്ത തിട്ടൂരത്തിന്റെ ഭാഗമാണ് അയാൾ ഇന്ന് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരുവുകളിലെല്ലാം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രിയെ അവഹേളിക്കുക, കേന്ദ്ര സർക്കാരിനെ അവഹേളിക്കുക, മാന്യന്മാരെ തെറി വിളിക്കുക, നമുക്കറിയാലോ വേദികളിൽ നടക്കുന്ന തെറി എന്താണ്. ആ തെറിയെ സബ്ലിമൈസ് ചെയ്യുക. അയാൾ സബ്ലിമൈസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? LTT ഭീകരവാദികളെയാണ് സബ്ലിമൈസ് ചെയ്യുന്നത്. അയാളുടെ പാട്ടുകളുടെ സാഹിത്യം പരിശോധിച്ചാൽ മനസ്സിലാകും. LTT ഭീകരവാദികളെ സബ്ലിമൈസ് ചെയ്യുന്നു.
ചോര കുടിച്ച് മതിവരാതെ പുലികൾ അലറിക്കൊണ്ട് ലങ്കയിൽ പാഞ്ഞടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിയെ ബോംബ് ബ്ലാസ്റ്റിലൂടെ കൊലപ്പെടുത്തിയ LTTക്കാരെയാണ് സപ്ലിമൈസ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് സത്യത്തിൽ ഇന്ന് വേടനെ പിന്തുണയ്ക്കുന്നതിലൂടെ വിഘടന തീവ്രവാദത്തെയാണ് പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഒടുക്കത്തെ ഉദാഹരണമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലേക്ക്. എന്തുകൊണ്ടാണ് ഇയാൾ ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ ആയത് എന്നുള്ളതിന്റെ തെളിവാണിത്. അതുകൊണ്ട് ശക്തമായ നിയമ നടപടിയാണ് ഉണ്ടാവേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അതെ, വളരെ നന്ദി ശ്രീ NR മധു പ്രതികരിച്ചതിന്.